2022 ഞാൻ ആദ്യമേ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ ചെല്ലുന്നത്. അതിന് മുന്നേ നാട്ടിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, ഒരു 2800 രൂപ മുടക്കി ഞാൻ അവിടെ മെഡിക്കൽ കോഡിങ് പഠിച്ചു. എൻ്റെ ഒപ്പം കുറേ പേരും പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ എങ്ങനെയോ അതിൽ പഠിച്ച വേറൊരു കുട്ടീനെ ഞാൻ കണ്ടുമുട്ടി. അവരതിൽ കുറേ നാളായി പഠിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഒട്ട് ജോലി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും കൂടുതൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ ഇത് ഭയങ്കര വലിയ ഫ്രോഡാണ്, ഇതിൽ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഈ ജോബ് തന്നെ തെറ്റാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് മൂലം ഞാൻ ചെന്നൈയിലെത്തിപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു 15 ദിവസത്തെ ഒരു കോഴ്സ് ഞാൻ ചെയ്തു. ആ കോഴ്സിലൂടെയാണ് മെഡിക്കൽ കോഡിങ് എന്താണ് എന്നുള്ളൊരു ഐഡിയ എങ്കിലും എനിക്ക് കിട്ടിയത്. അതിന് ആക്ച്വലി ഒരു 12K 2 വർഷത്തിന് മുന്നേ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം എമൗണ്ട് മാറിയിട്ടുണ്ടാവാം. സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ കോഡിങ് എവിടെയെങ്കിലും പോയി പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മോസ്റ്റ് ഓഫ് ദ കേസിലും ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് ഒരുപാട് കമ്പനിയിൽ ആവശ്യമുണ്ട്. ഇപ്പം കമ്പനീസ് എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് തന്നെ എടുക്കുക. ഏതെങ്കിലും ഗ്രോണപ്പ് ആവുന്ന ഒരു കമ്പനിയിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നല്ലൊരു കമ്പനിയിൽ സെലക്റ്റഡ് ആവുക എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിറാമഡ് അജൂബ, ആക്സിസ്, ഓപ്റ്റം. അങ്ങനെ ഒരുപാട് നമുക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളത്തിൽ ഒരുപാട് സാധ്യതകളില്ലെങ്കിൽ പോലും, ഈ സമയത്ത് സാധ്യതകളില്ലേ പോലും, ഇനിയുള്ള കാലങ്ങളിൽ ഉറപ്പായി ഉണ്ടാകുന്ന ഒരു കോഴ്സാണിത്. ജോബ് വേക്കൻസിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേർ വേഗം പഠിക്കുക. കാരണം ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് അത്രയ്ക്ക് ആവശ്യമുണ്ട്. നോൺ ലൈഫ് സയൻസിന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. IPDRG, അനസ്തീഷ്യ, IVR, റേഡിയോളജി, ഇഡിപ്രോഫി, ഫെസിലിറ്റി, ANMIP, OP, അങ്ങനെ ഒരുപാട്. അതിലും ആരും എപ്പോഴും സെലക്ട് ചെയ്യാത്തൊരു മേഖലയാണ് HCC. പക്ഷേ HCC മേഖലകളിലേക്ക് നോൺ ലൈഫ് സയൻസിനെ ഒരുപാട് ഹയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ പോലും മെഡിക്കൽ ബില്ലിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, സ്ക്രൈബിംഗ്, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വേറെയുണ്ട്. ഇവിടെ മാത്രമാണോ? അല്ല, വേറെ പല രാജ്യങ്ങളിലും, എന്ന് പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇതാണുള്ളത്. അതും ഇപ്പോൾ ഓസ്ട്രേലിയൻ കോഡിംഗ് ഉണ്ടാവാം, UAE കോഡിംഗ് ഉണ്ടാവാം, US കോഡിംഗ് ഉണ്ടാവാം. പക്ഷേ നമുക്ക് ചുറ്റും കൂടുതലായി കാണുന്നത് US കോഡിങ്ങിനാണ്. US കോഡിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കേഷന് ഇപ്പം കറൻ്റ്ലി ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ 75K ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓസ്ട്രേലിയൻ